ഹലോ, നമ്മൾ വളരെ കാലങ്ങളായി ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. ജാവാസ്ക്രിപ്റ്റിലെ പല പ്രോഗ്രാമുകളും എങ്ങനെ ഉപയോഗിക്കാമെന്നും ജാവാസ്ക്രിപ്റ്റിൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നു, ജാവാസ്ക്രിപ്റ്റ് ഏതൊക്കെ തലത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാമെന്നും ജാവാസ്ക്രിപ്റ്റിന് വൈഡായിട്ട് പല സാധ്യതകളും നമ്മൾ പഠിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് പലരും പേഴ്സണലായിട്ടും അതേപോലെ നേരിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ജാവാസ്ക്രിപ്റ്റിൽ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ താങ്കളുടെ ഒരു വീഡിയോയിലും ഈ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ബേസ്ഡ് ഒരു കാര്യങ്ങളും വരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത് എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഞാൻ ജാവാസ്ക്രിപ്റ്റിനെ കാണുന്നത് ഒരു ഡിസൈനിങ് മേഖലയിലേക്ക് എങ്ങനെ തിരിക്കാം എന്നതിനെ കുറിച്ചല്ല, പകരം ഒരു വെബ്സൈറ്റിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതല്ലെങ്കിൽ താനെ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും എങ്ങനെ സ്വാഭാവികമായി കൊണ്ടുവരാം, അതല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിലെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടൂളുകളും എന്താണ് അതിൻ്റെ ആവശ്യം, അതെങ്ങനെ നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കാം, അത് ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ വെബ് പേജിൽ ആവശ്യമായി വരുന്നത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറ്. പക്ഷേ ഒരു വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന, അതായത് ഞാൻ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള പല ജാവാസ്ക്രിപ്റ്റുകളും ആവശ്യമായി വരാറില്ല, അല്ലെങ്കിൽ അത് ഞാൻ വേറൊരു രൂപത്തിൽ വളരെ കോംപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുക അല്ലെങ്കിൽ പല മേഖലയിലേക്കായിട്ട് ഞാൻ എൻ്റെ പഠനം തിരിക്കുന്നുണ്ടോ എന്ന് പലർക്കും തോന്നിയേക്കാം. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ജാവാസ്ക്രിപ്റ്റിലെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു മെത്തേഡോ അതിനെ ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക്ക് പറയുകയാണെങ്കിൽ അതിനെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും തിരിയാതെ നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഹെഡിങ്ങിൽ ഒതുങ്ങിയുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തുകയാണ്. ഡെയിലി ഓരോ വീഡിയോസ് വെച്ച് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ജോലി സംബന്ധമായിട്ടും മറ്റു പല പ്രശ്നങ്ങളും കാരണം എനിക്കെന്നും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹെഡിങ്ങിനെ ബേസ് ചെയ്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിൽ ഒതുങ്ങിയൊരു ക്ലാസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു മെത്തേഡാണ് കുറിച്ച് പഠിക്കുന്നെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്ന 1-2 എക്സാമ്പിളിൽ മാത്രമാണ് ഞാൻ ഒതുങ്ങാറ്. അതല്ലാതെ അതിനു മുമ്പ് പഠിച്ചതോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചതൊന്നും ഞാൻ ആ മെത്തേഡുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാറില്ല. കാരണം ഞാൻ എങ്ങനെ ഈ ജാവാസ്ക്രിപ്റ്റ് പഠിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഡീപ്പായിട്ട് നമുക്ക് നോളേജ് വരണം. ആ മെത്തേഡ് നമുക്ക് പല വിധത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിതൊരു ഡിസൈനിങ് ബേസ് ചെയ്തിട്ടല്ല കൊണ്ടുപോകുന്നത്. ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഒരു ലാംഗ്വേജ്, അതായത് സാധാരണ നമ്മൾ C++, പൈത്തൺ, ജാവ എന്നിങ്ങനെ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കാറുള്ളത് അത് ഞാൻ ജാവാസ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആദ്യമേ പറയാൻ ഉദ്ദേശിക്കുമായിരുന്നു. ഓക്കെ, ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഫ്സെറ്റ് ഹൈറ്റ് എന്നതിനെ കുറിച്ചാണ്. ഈ ഓഫ്സെറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു HTML DOM ആണ്. HTML DOM എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ കാണുന്ന പല കാര്യങ്ങളെയും, എക്സാമ്പിൾ ഒരു ബട്ടൺ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാഗ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവ് ആവാം, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ലാംഗ്വേജിന് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് നമ്മൾ HTML DOM എന്ന് പറയുന്നത്. അതായത് നമ്മളെ വെബ് പേജിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെക്ഷനെയോ അല്ലെങ്കിൽ ഒരു ടാഗിനെയോ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ വേണ്ടിയിട്ട് HTML DOM ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് ഓഫ്സെറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് HTML DOM ആണ്. DOM എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ. അതായത് നമ്മളെ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടാറുള്ളത്. ഇത് നമുക്ക് ഓഫ്സെറ്റ് ഹൈറ്റ് മാത്രമല്ല, ഓഫ്സെറ്റ് വിഡ്ത്തും അതേപോലെ തന്നെ ഇതിൽ നിന്നും ഉപയോഗിക്കാം. ഞാനിവിടെ ഹെഡിങ് എഴുതിയത് ഓഫ്സെറ്റ് ഹൈറ്റ് മാത്രമാണ്. ഹൈറ്റ് മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഫ്സെറ്റ് വിഡ്ത്ത് കൂടി നമുക്കിതിൽ നിന്നും ഉപയോഗിക്കാവുന്നതാണ്. ഈ HTML
ഡോം നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കാണുന്ന ഏത് ഒരു എലമെൻറ്റിനെയും ഉയരവും വീതിയും ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താം. അതായത് നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് HTML ഉപയോഗിക്കുന്ന ടാഗുകളാണ്. അത് പല ടാഗുകളാവാം. ടാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിവ്, അതേപോലെ തന്നെ ഹെഡിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ബന്ധപ്പെടുത്തിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ ഈ ഓഫ്സെറ്റ് ഹൈറ്റ് ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ടും അതിൻ്റെ ഹൈറ്റും വീതിയും ഉയരവും നമ്മൾ കണ്ടുപിടിക്കാനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഇതിന് മുമ്പ് ചെയ്ത പ്രോഗ്രാം ഞാനിവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ടൂൾ, അതായത് ഇന്ന് ഏതാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കി മാത്രം നിങ്ങൾ ചിന്തിക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊന്നും നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നില്ല. നമ്മൾ ഇന്ന് ഏത് ടോപ്പിക്കാണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒതുങ്ങിയൊരു ഭാഗത്തേക്കായിട്ട് തിരിയുക. ഇനി ഇതിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിലെ തന്നെ നമ്മളുടെ മുമ്പുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് തുടങ്ങി. എല്ലാവർക്കും അറിയാം, നമ്മളൊരു വെബ് പേജ് തുടങ്ങുമ്പോൾ HTML എന്ന ടാഗ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് തുടങ്ങി. ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്തു. ടൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ HTML, അതിനുശേഷം ഡോം, ഓഫ്സെറ്റ് ഹൈറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഓഫ്സെറ്റ് ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓഫ്സെറ്റ് ഹൈറ്റ് പ്രോപ്പർട്ടി എക്സാമ്പിൾ എന്ന് ഞാൻ ടൈറ്റിൽ ചേർത്ത് കൊടുത്തു. ടൈറ്റിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് നമ്മുടെ വെബ് പേജിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാനിതിലേക്കൊരു CSS കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ CSSന് നമ്മളിവിടെ വന്ന് സ്റ്റൈൽ എന്നൊരു ടാഗ് ചേർത്ത് കൊടുത്തു. ഈ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ CSS ചേർത്ത് കൊടുക്കുന്നത്. CSS ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഈ രൂപത്തിൽ ആ CSS കൊടുക്കാനുള്ള ഭാഗം മാത്രം ഞാനിവിടെ കുറച്ച് ഒഴിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹെഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് ഗെറ്റ് ഇൻഫോ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഫംഗ്ഷൻ ഇടുന്നതുകൊണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്, അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് കാര്യങ്ങളാണോ സംഭവിക്കേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് എലമെൻറ്റ് വാല്യൂ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കാം, ഈ രൂപത്തിൽ തന്നെ വേണമെന്നില്ല. ഇനി ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് ചേർത്ത് കൊടുത്തു. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് ഞാൻ ചേർത്ത് കൊടുത്തു. അതായത് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ID, അതായത് നമ്മൾ ആ ഒരു എലമെൻറ്റിൻ്റെ വാല്യൂ ആണ് അല്ലെങ്കിൽ ID ആണ് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത്. ആ എലമെൻറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് JTP എന്നാണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ഈ പേര് തന്നെ വേണമെന്നില്ല. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ താഴെ നമ്മളൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നു. TXT എന്നുള്ള വേരിയബിളാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചധികം ലോങ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്. ഹൈറ്റ് ഓഫ് ദ എലമെൻറ്റ്സ്, ഹൈറ്റ് ഓഫ് ദ എലമെൻറ്റ് എന്ന് ചേർത്തു. എലമെൻറ്റ്സ് പാരഗ്രാഫ്. അതിനുശേഷം അലോൺ വിത്ത് പാഡിങ് ആൻഡ് ബോർഡർ ഇൻ പിക്സൽ ഈസ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ വന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതായത് ഈ വാല്യൂ, അതായത് നമ്മളിവിടെ മുകളിൽ കൊടുത്തിരുന്ന ആ വേരിയബിളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ വാല്യൂ എന്നിട്ട് ഡോട്ട് ഓഫ്സെറ്റ് ഹൈറ്റ് പ്ലസ് നമ്മളിവിടെ വന്ന് എത്രയാണോ പിക്സൽ, അതായത് നമുക്ക് പിക്സലിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അപ്പോൾ പിക്സൽ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ താഴെയായിട്ട് നമ്മളിവിടെ വന്ന് ഒരു ഡോക്യുമെൻ്റ് ഡോട്ട്
ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. അതായത് ഈ ടെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു പ്രത്യേക സ്ഥലത്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, എന്നിട്ട് അതിനൊരു ഐ ഡി നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു നമ്മൾ ആ മുകളിൽ കൊടുത്ത ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുത്തത് അത് ആ എലമെൻറ്റിൻ്റെ ഭാഗത്ത്, അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്കത് ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ബോഡി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഞാനിവിടെ വന്ന് H2 എന്നുള്ളൊരു ടാഗ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഹെഡിങ് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓഫ്സെറ്റ് ഹൈറ്റ് പ്രോപ്പർട്ടി എക്സാമ്പിൾ എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളൊരു ഡിവ് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡിവ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ഡിവിന് നമ്മൾ പ്രത്യേകം ഐ ഡി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ ഐ ഡിയാണ് നമ്മൾ മുകളിൽ പല ഭാഗത്തായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ JTP എന്നുള്ള ഐ ഡി ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എ ബേസിക് ഇൻഫർമേഷൻ about this div tab. ഓക്കെ, എന്താണോ ടെക്സ്റ്റ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ താഴെ നമുക്ക് ആ കൊടുത്ത ആൻസർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു P എന്നുള്ളൊരു ടാഗ് ചേർത്ത് കൊടുത്തു, പാരഗ്രാഫ് ടാഗ്. ഈ P എന്നുള്ള ടാഗിന് നമ്മൾ ഐ ഡി ചേർത്ത് കൊടുത്തു. ഐ ഡി നമ്മളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സുഡോ എന്നുള്ള പേരാണ് കൊടുത്തത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡിവ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ താഴെ ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഈ ബട്ടണ് നമ്മൾ ടൈപ്പ് ചേർത്ത് കൊടുത്തു, ബട്ടൺ ടൈപ്പ്. അപ്പോൾ ഞാൻ ബട്ടൺ ടൈപ്പ് എന്നുള്ളത് ഞാനിവിടുന്ന് ഒഴിവാക്കിയത് നിർബന്ധമില്ല. ഓൺ ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ കോൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഗെറ്റ് ഇൻഫോ എന്നുള്ള ബട്ടണാണ് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് ഞാൻ സബ്മിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്നതിൻ്റെ CSSലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ആ ഡിവ് എന്നുള്ള ഭാഗത്തിന് എന്തൊക്കെയാണോ നമുക്ക് CSS ആയിട്ട് വേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐ ഡി ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഹാഷ് ഇട്ടതിന് ശേഷമാണ് ഈ CSS കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഹൈറ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഹൈറ്റ് ഞാനൊരു 120 പിക്സൽ ഹൈറ്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് വിഡ്ത്ത് ചേർത്ത് കൊടുത്തു. വിഡ്ത്ത് ഞാനൊരു 250 പിക്സൽ വിഡ്ത്ത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ മാർജിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മാർജിൻ നിന്നിട്ടതിന് ശേഷം ഞാൻ മാർജിൻ ഒരു 20 പിക്സൽ മാർജിന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് പാഡിംഗ് ആണ്. അപ്പോൾ എത്ര പാഡിങ് വേണമെന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് 15 പിക്സൽ ഞാൻ പാഡിങ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ബോർഡർ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ബോർഡർ കളർ എന്ന് ചേർത്ത് കൊടുത്തു. ബോർഡർ കളർ ഞാനിവിടെ വന്ന് യെല്ലോ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് സേവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ JTP എന്നുള്ള ഈ ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ സുഡോ എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഭാഗമാണ്, അതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഈ രൂപത്തിലാണ് കാണുന്നത്. പക്ഷേ ഇത് നമുക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോർഡർ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളൊരു മീഡിയം കളർ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. അതുകൂടി സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ വന്നു. ഇനി ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ടെക്സ്റ്റ് നമ്മൾ എന്താണോ കൊടുത്ത ആ ടെക്സ്റ്റും അതേപോലെ ഇത് എത്ര ഹൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടെന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഈ ഡിവിന് എത്ര ഹൈറ്റ് വന്നിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഡിസ്പ്ലേ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഓഫ്സെറ്റ് ഹൈറ്റ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതെന്നും അതെങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കാമെന്നും എന്നതിനെ കുറിച്ചുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം.
അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുന്നത്, ഇപ്പം നമ്മൾ നോക്കിയത് എത്രയാണോ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണോ വരുന്നത് അതാണ് നോക്കിയത്. ഇനി നമുക്കിതിന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ വരുന്നത് അതാണ് നമുക്കിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കോഡിൽ തന്നെ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് വെച്ച ഭാഗങ്ങളിൽ നമുക്ക് ചെറിയൊരു മാറ്റം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വിഡ്ത്ത് എന്ന് ഞാൻ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഹൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് എന്നുള്ള ഭാഗത്തൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ വിഡ്ത്ത് കാണുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്ന് ഹൈറ്റ് എന്ന് എഴുതിയിടത്തൊക്കെ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് വിഡ്ത്ത് എന്നാക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ കോഡ് വേണമെന്നുണ്ടെങ്കിൽ റീറൈറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കോഡിൽ എഴുതിയ ഭാഗങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്ത്ത് എന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ, വിഡ്ത്ത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ആ ടെക്സ്റ്റ് എന്താണെങ്കിൽ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ വന്ന് ഓഫ്സെറ്റ് ഹൈറ്റ് എന്നതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഓഫ്സെറ്റ് വിഡ്ത്ത് എന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ഒരു കാര്യങ്ങളും നമുക്കിതിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ മാറ്റം വരുത്താനുള്ളതോ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കോഡിൽ തന്നെ നമുക്കിവിടെ ഹൈറ്റ് എന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്ത് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഈ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഹൈറ്റ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എത്രയാണോ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് അത് നമുക്കിവിടെ കാണിച്ചു തരും. ഇപ്പോൾ നമ്മളെ കോഡിൽ നോക്കിയാൽ അറിയാം, നമ്മളെ വിഡ്ത്ത് എന്ന് പറയുന്നത് 250 പിക്സലാണ്. അപ്പോൾ നമ്മൾ ഈ പേജിൻ്റെ ഉള്ളിൽ ഔട്ട്പുട്ടിൽ ആ 250 പിക്സൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്ന് നമ്മളിവിടെ പഠിച്ചത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് പല സാഹചര്യത്തിലും ഇങ്ങനെ നമ്മുടെ വെബ് പേജിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിച്ച ഭാഗത്തിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എത്ര ഹൈറ്റ് വന്നിട്ടുണ്ട്, എത്ര വിഡ്ത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഓഫ്സെറ്റ് വിഡ്ത്ത് അതേപോലെ ഓഫ്സെറ്റ് ഹൈറ്റ് എന്ന രണ്ട് മെത്തേഡുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം.